പരിക്കേറ്റ 2 വയസ്സുകാരി ധനുവിനരികിലേക്ക് രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോകുന്ന കുവിയുടെ ദൃശ്യങ്ങൾ. പെട്ടിമുടിയിലെ നൊമ്പര കാഴ്ചയായിരുന്നു കുവിയും കളിക്കൂട്ടുകാരി ധനുവും. പ്രിയപ്പെട്ടവരെ ആകെ ഉരുളെടുത്തപ്പോൾ പെട്ടിമുടിയിൽ തനിച്ചായവൾ. മഴ ഭയങ്കര പേടിയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ കുറേ നേരം മഴയെ നോക്കി നിൽക്കും. ചെവിയൊക്കെ താത്തി കണ്ണൊക്കെ ചെറുതാക്കി കുറേ നേരം മഴയെ നോക്കി നിൽക്കും. നമ്മൾ വിളിച്ചാലും ഒന്നും വരത്തില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ അത് അന്നത്തെ ഓർമ്മകളായിരിക്കും. എന്തിനാണ് സംസാരോ? ഭയങ്കര സംസാര. ദുരിതഭൂമിയിൽ കുവിയെ തനിച്ചാക്കാതെ ചേർത്തു പിടിച്ച മനുഷ്യൻ. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് മാധവൻ. ചേർത്തലയിലെ വീട്ടിൽ അജിത്തിനും കുടുംബത്തിനുമൊപ്പം സന്തോഷത്തോടെ കുവിയുണ്ട്. കുവി മുങ്ങിപ്പോയതാണ്, വെള്ളത്തിൽ മുങ്ങിപ്പോയതാണ്, അടിച്ചു പോയത്. പക്ഷെ അവിടുന്ന് എങ്ങനെ അവള് കയറി വന്നതാണ്. കുവിയുടെ കാലയിലൊക്കെ ഇപ്പോഴും അതിന്റെ പാടൊക്കെ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം അവിടെ വെച്ച് തീർന്നു പോകണ്ടെന്നൊരു നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഒരു നിയോഗം അതിൽ എന്നെ പിടിച്ച് ചേർത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഒരിക്കലും മടങ്ങി വരാത്തവർക്കായി മുണ്ടക്കൈയിലും ഒരു കൂട്ടം മിണ്ടാപ്രാണികൾ കാത്തിരിക്കുന്നുണ്ട്. കുവിയെ പോലെ അവരെയും ചേർത്തു പിടിക്കണം. കുവി അതേപോലെ ആയിരുന്നു. ബോഡികളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ പുറകെ ഓടും, അവിടെ പോയി നോക്കിയിരിക്കും, തിരിച്ചു വരും. കാരണം ഇവർക്കും അവർ തിരഞ്ഞെടുക്കുന്ന എവിടെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പിന്നെ നമുക്ക് അതിനോടൊരു അനുകമ്പ ഉള്ളതുകൊണ്ട് അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. ചേർത്തലയിലെ ഈ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് മാധവന്റെ കയ്യിൽ സുരക്ഷിതയാണ് കുവി. ദുരിതഭൂമിയിൽ അനാഥരാകുന്ന വളർത്തുമൃഗങ്ങളെ എങ്ങനെ ചേർത്തു പിടിക്കണമെന്ന് കാണിച്ചു തരിക കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.